ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഇംഗ്ലണ്ട് ഉയർത്തിയ 248 എന്ന വിജയലക്ഷ്യം ഇന്ത്യ 39-ആം ഓവറിൽ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. ഇന്ത്യയ്ക്കായി ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും അർദ്ധ സെഞ്ചുറികൾ നേടി. 96 പന്തിൽ നിന്ന് 14 ഫോറുകളോടെ 87 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ബാറ്റർമാരിലെ ടോപ്പ് സ്കോറർ. ശ്രേയസ് അയ്യർ 36 പന്തിൽ നിന്ന് 9 ഫോറും 2 സിക്സറുകളും സഹിതം 59 റൺസടിച്ചു. അക്സർ പട്ടേൽ 47 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സറും അടക്കം 52 റൺസും. അരങ്ങേറ്റക്കാരൻ യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായിരുന്നു ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്തത്. എന്നാൽ 5-ാം ഓവറിൽ 15 റൺസെടുത്ത ജയ്സ്വാളിനെ ജൊഫ്ര ആർച്ചർ പുറത്താക്കി. തൊട്ടുപിന്നാലെ 2 റൺസെടുത്ത് രോഹിത് ശർമ്മയും മടങ്ങി. എന്നാൽ 3-ാം വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും ചേർന്ന് പടുത്തുയർത്തിയ 94 റൺസിന്റെ കൂട്ടുകെട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായി. 16 ഓവറിൽ 59 റൺസെടുത്ത് ശ്രേയസ് അയ്യർ പുറത്തായി. പിന്നാലെ എത്തിയ അക്സർ പട്ടേലും ഗില്ലിനൊപ്പം ചേർന്നതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് ഉയർന്നു. 4-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 108 റൺസാണ് അടിച്ചുകൂട്ടിയത്. 34 ഓവറിൽ 52 റൺസെടുത്ത അക്സർ പട്ടേൽ ആദിൽ റാഷിദിന്റെ പന്തിൽ ബൗൾഡായി. തൊട്ടുപിന്നാലെ KL രാഹുലും 2 റൺസെടുത്ത് മടങ്ങി. 36 ഓവറിൽ 87 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിനെ സാകിബ് മഹ്മൂദ് ജോസ് ബട്ട്ലറിന്റെ കൈകളിലെത്തിച്ചു. തുടർന്ന് ഹർദിക് പാണ്ഡ്യ 9 റൺസ്, രവീന്ദ്ര ജഡേജയും 12 റൺസും ചേർന്നാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്തത്. ഇംഗ്ലണ്ടിനായി സാകിബ് മഹ്മൂദും ആദിൽ റാഷിദും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 248 റൺസിന് ഓൾ ഔട്ടായി. 52 റൺസെടുത്ത ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ. ജേക്കബ് ബൈത്തൽ 51, ഫിൽ സാൾട്ടർ 43 എന്നിവരും ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങി. ഹർഷിതും ജഡേജയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. പരമ്പരയിലെ 2-ാം മത്സരം ഞായറാഴ്ച കട്ടക്കിൽ നടക്കും.